നമസ്കാരം. ഉപയോക്താക്കളുടെ ചാറ്റിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി വാട്സപ്പ് നിരന്തരം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഒന്നിനു പിറകെ ഒന്നായി പുതിയ ഫീച്ചറുകൾ കമ്പനി കൊണ്ടുവരുന്നു. ഇപ്പോഴിതാ ഈ സീരീസിലെ മറ്റൊരു അടിപൊളി ഫീച്ചർ വന്നിരിക്കുകയാണ്. ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിൽ വ്യൂ വൺസ് മീഡിയ കാണാൻ സാധിക്കുന്ന പുതിയ ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ ബീറ്റ പ്രോഗ്രാം വഴി ലഭ്യമായ ആൻഡ്രോയിഡ് പതിപ്പ് 2.25.3.7ന്റെ ഏറ്റവും പുതിയ ബീറ്റ അപ്ഡേറ്റിൽ വാട്സപ്പ് പുതിയ ഫീച്ചർ ചേർത്തു. വാട്സപ്പിലെ പുതിയ ഫീച്ചറിനെ കുറിച്ച് വെബീറ്റ ഇൻഫോ വിശദീകരിച്ചു. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആൻഡ്രോയിഡ് 2.25.3.7 ബീറ്റ വേർഷനിൽ പുത്തൻ ഫീച്ചർ വെബീറ്റ ഇൻഫോ കണ്ടെത്തി. വെബീറ്റ ഇൻഫോ ഈ പുതിയ ഫീച്ചറിന്റെ സ്ക്രീൻഷോട്ടും പങ്കുവച്ചിട്ടുണ്ട്. പങ്കിട്ട സ്ക്രീൻഷോട്ടിൽ ചില ബീറ്റ ടെക്സ്റ്റർമാർക്ക് അവരുടെ ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിൽ മീഡിയ ഫയലുകൾ വ്യൂ വൺസ് രീതിയിൽ ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പ് നൽകുന്നതായി കാണാം. ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിൽ വ്യൂ വൺസ് ആയി ഫോട്ടോകളും വീഡിയോകളും കാണാനും ഓഡിയോ കേൾക്കാനുമുള്ള ഓപ്ഷൻ വാട്സപ്പ് ഇതുവരെ നൽകിയിരുന്നില്ല. വാട്സപ്പിലെ ഈ ന്യൂനത പലപ്പോഴും ഉപകരണങ്ങൾ മാറി ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ചെയ്തിരുന്നു. ഡെസ്ക്ടോപ്പ് ആപ്പ് ഉൾപ്പെടെ മറ്റ് ലിങ്ക് ചെയ്ത ഉപകരണങ്ങൾക്കായി കഴിഞ്ഞ വർഷം വാട്സപ്പ് സെൻഡ് വ്യൂ വൺസ് മീഡിയ ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിരുന്നു. ഇത് ഉപയോക്താനുഭവം മെച്ചപ്പെടുത്തുക മാത്രമല്ല, വ്യത്യസ്ത ഉപകരണങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിൽ ഉപയോക്താക്കൾക്ക് കൂടുതൽ സുരക്ഷ നൽകുകയും ചെയ്തു. എന്നിട്ട് ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിൽ വ്യൂ വൺസ് രീതിയിൽ ചിത്രങ്ങളും വീഡിയോകളും കാണുന്നതിനും ഓപ്പൺ വോയിസ് സന്ദേശങ്ങൾ കേൾക്കുന്നതിനും ഉപയോക്താക്കളെ വാട്സപ്പ് അനുവദിച്ചിരുന്നില്ല. ഉപയോക്താക്കളുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടതാകാം വാട്സപ്പ് മുമ്പ് നിയന്ത്രണം കൊണ്ടുവന്നിരുന്നത്. ബീറ്റ ടെക്സ്റ്റിംഗ് കഴിഞ്ഞ് പുതിയ വാട്സപ്പ് അപ്ഡേറ്റ് എല്ലാ യൂസർമാർക്കുമായി പുറത്തിറങ്ങുന്നതോടെ ലിങ്ക് ചെയ്ത ഉപകരണങ്ങളിലൂടെ ഫോട്ടോകളും വീഡിയോകളും വോയിസ് സന്ദേശങ്ങളും വ്യൂ വൺസ് രീതിയിൽ ആക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും. ഒന്നിലധികം ഉപകരണങ്ങളിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ സവിശേഷത വളരെ ഉപയോഗപ്രദമാകും. അപ്ഡേറ്റ് വരുന്നതോടെ ഉപയോക്താക്കൾക്ക് വ്യൂ വൺസ് മെസ്സേജുകൾ കാണുന്നതിന് ഇനി പ്രാഥമിക ഉപകരണത്തിന്റെ ആവശ്യമുണ്ടാവില്ല. കമ്പനി നിലവിൽ ഈ ഫീച്ചർ ബീറ്റ ഉപയോക്താക്കൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ. അതേസമയം വാട്സപ്പ് കൊണ്ടുവന്ന മറ്റൊരു അപ്ഡേറ്റ് ഉപയോക്താക്കളെ അവരുടെ പൂർത്തിയാകാത്ത സന്ദേശങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനായി വാട്സപ്പ് മെസ്സേജ് ഡ്രാഫ്റ്റുകൾ എന്ന ഫീച്ചർ ആയിരുന്നു. iOS, ആൻഡ്രോയിഡ് എന്നിവയിലെ എല്ലാ ഉപയോക്താക്കൾക്കും ഇത് ലഭ്യമാണ്. ചാറ്റ് ത്രെഡുകൾ ഭാഗികമായി ടൈപ്പ് ചെയ്ത സന്ദേശങ്ങൾ നഷ്ടപ്പെടുന്നത് തടയുന്നതിനാണ് മെസ്സേജ് ഡ്രാഫ്റ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പൂർത്തിയാകാത്ത സന്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള സൗകര്യപ്രദമായ മാർഗം ഈ സവിശേഷത കൊണ്ടുവന്നിരുന്നു. പൂർത്തിയാകാത്ത ഏതൊരു സന്ദേശത്തിനും സ്വയം ഒരു ഡ്രാഫ്റ്റ് ലേബൽ ലഭിക്കുകയും ചാറ്റ് ലിസ്റ്റിന്റെ മുകളിൽ ദൃശ്യമാവുകയും ചെയ്യും. ഏതൊക്കെ സന്ദേശങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്ന് ഈ സൂചകം വ്യക്തമാക്കുന്നു. അതിനാൽ ഉപയോക്താക്കൾക്ക് അവർ ചാറ്റിംഗ് നിർത്തിയിടത്തു നിന്ന് തന്നെ വേഗത്തിൽ എടുക്കാനുമാകും. ഉപയോക്താക്കൾക്ക് അവർ ആരംഭിച്ചിരിക്കാനിടയുള്ള സന്ദേശങ്ങളുടെ ട്രാക്ക് നഷ്ടപ്പെടുന്നതിൽ നിന്ന് തടയുക എന്നതാണ് ആശയം.